ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിടെക് അല്ലെങ്കിൽ BE മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കേരള PSCയിലൂടെ ലഭിക്കാൻ പറ്റുന്ന ഒരു മികച്ച ജോലി, അതായത് അത് സാലറി വൈസ് ആണെങ്കിലും ആ ജോലിയുടെ ഒരു റെപ്യൂട്ടേഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി നമ്മുടെ കുട്ടികൾ കുറേ അധികം ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്നത്തേക്ക് നീ പുതിയ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, അതല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആയോ എന്നുള്ള ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ കുറച്ച് ഫാക്ട്സിലേക്ക് നമുക്ക് കടക്കാം. അല്ലെങ്കിൽ ഈ ഒരു എക്സാം എന്ന് വരും, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സമയമായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം എന്ത് നോക്കണം, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കണം. ഏത് സമയത്തായിരുന്നു വിളിച്ചത്, റാങ്ക് ലിസ്റ്റ് എന്നായിരുന്നു എക്സ്പയർ ആയത്, അല്ലെങ്കിൽ എക്സ്പയർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നല്ലേ. അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആയിരിക്കണം. പക്ഷെ അവിടെ പറയുന്നുണ്ട് എന്താണ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 60% മാർക്ക് എന്താണ് മസ്റ്റ് ആണെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് AICT സ്കെയിലാണ്, അതായത് ഒരു 70,000 to 1 lakh വരെ വരുന്ന ഒരു നല്ല സ്കെയിൽ ഓഫ് പേ ആണ് ഈ പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അടുത്തായിട്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 39 ആണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ 3 to 5 years ഒക്കെ അവിടെ കാണുമെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റഗറി നമ്പർ ഇവർ പറയുന്നുണ്ട്, മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് എഫക്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/8/2024 ഓക്കെ, അപ്പം നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്ന ദിവസം മുതൽ 3 year ആണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആവുന്നത്? August 2027 എക്സ്പയർ ആവുന്നത് അല്ലേ. അപ്പം നിലവിൽ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സമയത്ത് PSC എക്സാം വിളിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പലരും പറയുന്നത് PSC റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ട് ആയിരിക്കത്തല്ല, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞിട്ടല്ലേ പുതിയ നോട്ടിഫിക്കേഷൻ വിടുക എന്നൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, PSC ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാറുമുണ്ട്. ആ ഒരു സമയത്ത് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാറുമുണ്ട്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വരും, എക്സാമും കണ്ടക്ട് ചെയ്യും എന്നുള്ള ഹിസ്റ്ററി വരെ റീസെൻ്റ് ആയിട്ട് PSCക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ ആയിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ എക്സ്പയർ ആയിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു, അതും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് എക്സാം നടത്തുന്നു എന്നൊരു പാറ്റേൺ ഒക്കെ വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എന്താണ്, വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് ഒരു 10 മുതൽ 12 മാസം 10 to 12 months മുന്നേ തന്നെ എന്ത് ചെയ്യും, PSC അടുത്തൊരു നോട്ടിഫിക്കേഷൻ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പുതിയ നോട്ടിഫിക്കേഷൻ അവരെന്ത് ചെയ്യും, പുറത്തുവിടും. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഒരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് വെച്ചാൽ 2026, അതായത് ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ 2027 ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഏകദേശം എന്താണ് ഒരു ഏകദേശ ഡേറ്റ് ആണ്. ഈ പറയുന്ന പോലെ ഈ സമയത്ത് തന്നെ നോക്കണമെന്നല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഈ ഒരു സമയം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് ഒരു 10-12 മാസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മുടെ മുമ്പിൽ ഇനി 6-7 മാസമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ളത് എന്ന് കരുതുക. അത് കഴിഞ്ഞിട്ട് PSCയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് അടുത്ത ഒരു 6-7 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, അവർ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ മുമ്പിൽ ഒരു 1.5 വർഷത്തിൽ താഴെ അല്ലെ 1 to 1.5 years ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കുക. നോർമൽ കേസിലാണെങ്കിൽ അത്രയും സമയം നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് നേരത്തെ തുടങ്ങണം എന്ന് ഞാൻ പറയാൻ കാര്യം, നമുക്കറിയാം ഇതിൻ്റെ സിലബസ്, നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം എക്സാം എഴുതിയവർക്കും ഒക്കെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ബേസിക് സബ്ജക്ട്സും കോർ സബ്ജക്ട്സും അടങ്ങുന്നതാണ്. ബേസിക്കിൽ എന്തൊക്കെയുണ്ട്, ടെക്നിക്കൽ മാത്തമെറ്റിക്സ് മുതൽ ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, അതുപോലെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്,
തുടങ്ങിയ അതർ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്സ് കയറി വരുന്നുണ്ട്. അതിലെ അത്യാവശ്യം ബേസിക്സ് ആണെന്ന് പറഞ്ഞാലും കുറേ ഏരിയയിലൂടെ നമുക്ക് പഠനം കൊണ്ടുവേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മിക്ക ടോപ്പിക്കുകൾ നമുക്ക് അവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കോർ സബ്ജക്റ്റും വരുന്നുണ്ട്. കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ HMF, ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലുള്ള മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോർ സബ്ജക്ട്സും അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടല്ലാത്ത ബേസിക് സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കിന് നമുക്കത് ഒരു വട്ടമോ രണ്ട് വട്ടമോ ഒന്നും കണ്ടാൽ പോരാ. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ബേസിക് സബ്ജക്ട്സുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്ന് തറവാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിലെ എല്ലാ മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിലും വളരെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റും, അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ നേച്ചർ തന്നെ അറിയും. ടീച്ചിങ് ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജോലിയാണ് അല്ലെ. അവിടുത്തെ പ്രഷറും കാര്യങ്ങളും ഒക്കെ എത്രമാത്രം ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ജോബിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു എക്സാം അത്ര സിമ്പിൾ ഒരു എക്സാം ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഏതെങ്കിലും ബേസിക് സബ്ജക്ട്സിൽ നിന്ന് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം ബേസിക് ഇലക്ട്രോണിക്സ്, ചിലപ്പോൾ ഒരു പ്രാവശ്യം ആ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും കുറച്ച് ടഫായിട്ട് വരുന്നത്. പക്ഷേ അതിലെ എല്ലാ ഏരിയ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സബ്ജക്ട്സും തറവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ യദു സാറാണ് ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, ലാസ്റ്റ് ടൈം എക്സാം എങ്ങനെയായിരുന്നു, ബേസിക് സബ്ജക്ട്സ് ടഫായിട്ടായിരുന്നോ ചോദിച്ചിരുന്നത്, അല്ലെ മാത്സ് ഏത് ലെവലിലായിരുന്നു ആ ഒരു എക്സാം, നമ്മുടെ കോർ സബ്ജക്റ്റ് ഒക്കെ അത്യാവശ്യം സിമ്പിളായിട്ടായിരുന്നു ചോദിച്ചിരുന്നത് അല്ലെങ്കിൽ ടഫായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുമുതൽ നിങ്ങൾക്ക് ഇനി എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ ക്ലിയർ ആയിട്ട് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബിനാറിന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. 11-ാം തീയതി 7 മണിക്കാണ് ഈ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലൈവായിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ആ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസിലോട്ടൊന്ന് പോവുകയാണ്. കട്ട് ഓഫ് വന്നിരുന്നത് എത്ര ആയിരുന്നു? 60 ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. 60 മാർക്കിൽ കൂടുതലുള്ളവർക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. മാക്സിമം മാർക്ക് 80 ആണ് വന്നത്. ടെസ്റ്റിന് മാത്രം 80 ആണ് വന്നത്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 51 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 110 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. 51 അഡ്വൈസുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന നല്ലൊരു, അല്ലെങ്കിൽ നമുക്ക് ബിടെക് കംപ്ലീറ്റ് ആക്കിയവർക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സാം തന്നെയാണ്. അതായത് നമ്പർ ഓഫ് വേക്കൻസീസ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു അഡ്വൈസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും, ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും, വാട്സപ്പ് ഗ്രൂപ്പ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാനും നിങ്ങൾക്ക് ഡിസ്കഷൻ വെക്കാനുമുള്ള നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണും, മെൻറ്റർഷിപ്പ് കാണും. അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോങ് ടൈം ബാച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പോകുന്നത്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെയുള്ള ക്ലാസ്സുകളായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ക്ലാസ്സിനൊക്കെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം തുടക്കം മുതൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളായിട്ട് ചിലപ്പോൾ ഒരു 1 മന്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ 2 മോഡ്യൂളോടെ കവർ ചെയ്യും. അപ്പോൾ ഒരു സെറ്റ് നമ്മളവിടെ നമ്മുടെ ടോപ്പിക്ക് തീരുന്നുണ്ടായിരിക്കും. മറിച്ച് നിങ്ങൾ ഓരോ മാസവും നിങ്ങളത് പെൻഡിങ് വെക്കുന്നിടത്തോളം എന്തായിരിക്കും, നമ്മുടെ പ്രിപ്പറേഷൻസ് കുറേ ബാക്കിലായിരിക്കും കിടക്കുന്നത്. കുറേ അധികം കുട്ടികൾ നമ്മളെക്കാളും മുമ്പേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരു ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിന് കയറിയാൽ ഡെയിലി ഒരു 1.5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആഴ്ചയിൽ ചിലപ്പോൾ 4-5 ക്ലാസ്സുകളായിരിക്കും മാക്സിമം ഉണ്ടാകുന്നത്. ആ ഒരു 4-5 ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്ക് കണ്ട് തീർത്ത് പോകാൻ പറ്റും. അപ്പോൾ എത്രയും വേഗം, ഒത്തിരി സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലാസ്റ്റ് ടൈം ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിലെ നമ്മുടെ റിസൾട്ടുകൾ 2nd റാങ്ക്, 5th റാങ്ക്, 6th റാങ്ക് എല്ലാം നമുക്ക് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. റീസെൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ എക്സാംസുകൾക്കെല്ലാം ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ, ടർണിംഗ്, അതുപോലെ AMV വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്കെല്ലാം എന്താണ് മെക്കാനിക്കലിൽ നമുക്ക് ടോപ്പ് റാങ്കിൽ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ തരുന്നതെന്നുള്ള കാര്യം ഞാൻ അഷുറൻസ് തരികയാണ്. ഓക്കെ, ഇത് റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുറേ റിസൾട്ടുകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് നേരിട്ട് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചുകൂടെ, ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും അത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.